Okay, good morning to all. Good morning, ma'am. Good morning, ma'am. Yes, morning. Good morning, ma'am. Yeah, morning. കുറച്ച് ലേറ്റ് ആയല്ലേ? Sorry. Good morning, ma'am. Yeah. Yeah, morning. Okay. Good morning, ma'am. എങ്ങനെയാണ്? Okay അല്ലേ? Active എല്ലാവരും? ആണോ? എന്താണ്? Active ആണോ? ഒന്നും മിണ്ടുന്നില്ലല്ലോ. Active ആണ്, ma'am. Active ആണ്. Okay. Yes. Yeah, active ആണ്, ma'am. Very good. ധന്യ മ്യൂട്ട് ചെയ്യൂ കേട്ടോ. ഓക്കെ, അപ്പോ ഇന്നലെയും പറഞ്ഞ വർക്ക് ആണ് തന്നിട്ടുണ്ടായിരുന്നത് അല്ലെ? എല്ലാവരും ചെയ്തിട്ടുണ്ടോ? പ്രിപ്പയർഡ് ആണോ? Yes, ചെയ്തിട്ടുണ്ട്. എന്തായാലും ചെയ്യുമല്ലോ, ഷുവർ അല്ലേ? ഓക്കെ, വേറെ ആരെങ്കിലും? എല്ലാവരും പ്രിപ്പയർഡ് ആണോ? പറയൂ, റെസ്പോണ്ട് ചെയ്യൂ. യെസ്, ശ്രീവിസ്തുന, ശ്രീവിദ്യ, രസ്യ, പിന്നെ പേര് യെസ്, രശ്ന. എല്ലാവരും പ്രിപ്പയർഡ് ആണല്ലോ. യാ, വെരി ഗുഡ്. സോ സ്റ്റാർട്ട് ചെയ്താലോ നമുക്ക്? സ്റ്റാർട്ട് ചെയ്യാം. യാ, സോ ഫസ്റ്റ് ആരെ സ്റ്റാർട്ട് ചെയ്യാം? എന്താണ് ഞാൻ പറഞ്ഞിരുന്നേ? ഒരു റൊട്ടീൻ അല്ലേ? ഞങ്ങളുടെ റൊട്ടീൻ എങ്ങനെയായിരിക്കും എക്സാക്ട്ലി അത് തന്നെ വേണമെന്ന് ഞാൻ പറഞ്ഞില്ല. ജസ്റ്റ് ഒരു നമുക്ക് ടെൻസിനെ ബേസ് ചെയ്തൊന്ന് പറയാൻ വേണ്ടി പ്രിപ്പയർ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പ്രാക്ടീസ് ചെയ്യാൻ പറഞ്ഞു, അതിനുശേഷം അതുകൊണ്ട് പ്രസന്റ് ചെയ്യാൻ പറഞ്ഞു അല്ലെ? സോ ഫസ്റ്റ് നമുക്ക് റസിയ തന്നെയുണ്ട്. റസിയ സ്റ്റാർട്ട് ചെയ്യൂ. റസിയ ടയേർഡ് ആണോ? നോമിന്റെ ക്ഷീണമൊക്കെ ആണോ? ഇല്ല, കുഴപ്പമില്ല. ഞാൻ വളരെ തള്ളുകളൊക്കെ ഇട്ടിട്ടുണ്ട്. അത് കാണും ആ ഒരു സെന്റൻസ് ഒക്കെ വരുമ്പോൾ ഞാൻ ചിരിക്കുമെന്നുള്ള എന്റെ ഒരു ഭയമാണ്. റസിയ പറയുന്നൊന്നും മനസ്സിലാവുന്നില്ല. ഓ മൈ ഗുഡ്നസ്, ഇപ്പൊ കേൾക്കാൻ പറ്റുന്നുണ്ടോ? കേൾക്കാം, ഞാൻ പറഞ്ഞില്ലേ, പക്ഷെ ക്ലിയർ അല്ല. ഓക്കെ, അപ്പൊ ഞാൻ ഇയർഫോൺ ഒന്ന് വെയിറ്റ് ചെയ്യൂ സർ. ഓക്കെ, പ്രിപ്പയർഡ് ആയവര് പേര് ടെക്സ്റ്റ് ചെയ്യും കേട്ടോ. ഞാൻ അതിനനുസരിച്ചിട്ട് നിങ്ങൾ വിളിക്കാം. ഓക്കെ, എല്ലാവരും പ്രിപ്പയർ ആയി നിങ്ങൾക്ക് പ്രസന്റ് ചെയ്യാൻ നിങ്ങൾ വീട്ടിലാണ് റെഡി ആണെങ്കിൽ നിങ്ങൾ പേര് ടെക്സ്റ്റ് ചെയ്യാം. ഞാൻ ഓരോരുത്തരായിട്ട് വിളിച്ചുകൊണ്ടേയിരിക്കാം. ഓക്കെ, ഹലോ മാം, ഇപ്പൊ കേൾക്കുന്നുണ്ടോ? ഓക്കെ, റസിയ ക്ലിയർ ആയോ?
ആരും പേര് ടെക്സ്റ്റ് ചെയ്യുന്നില്ലല്ലോ. ടെക്സ്റ്റ് ചെയ്യൂ. ഹലോ മാം, ഇപ്പൊ കേൾക്കുന്നുണ്ടോ? കേൾക്കാം. ക്ലിയർ ആണോ? സംസാരിക്കും, നോക്കട്ടെ. ഓക്കെ ഓക്കെ. Okay, let's begin. Hi everyone, how are you all? I hope you are doing well. I'm here. Let's have a look at day in my life. കേൾക്കാൻ പറ്റുന്നുണ്ടോ? കേൾക്കാൻ പറ്റുന്നുണ്ട്. സെയിം പ്രോബ്ലം. അപ്പൊ ഞാൻ ഫോണിൽ കണക്ട് ആക്കിയിട്ട് വിളിക്കാമേ. ഓക്കെ. നിങ്ങൾ പേര് ടെക്സ്റ്റ് ചെയ്യൂ കേട്ടോ. കുറെ പേര് ഓക്കെ ഞാൻ റെഡി ആണെന്ന് പറഞ്ഞല്ലോ. അവർക്കൊന്ന് പേര് ടെക്സ്റ്റ് ചെയ്തേ. അപ്പൊ എനിക്ക് അതിനനുസരിച്ച് വിളിക്കാനാണ്. ഓക്കെ. ആരൊക്കെയാ പറഞ്ഞേ ഓക്കെ ആണെന്ന്? ബീവ്സിനെ പറഞ്ഞു. ദെൻ ഇതുവരെ ടെക്സ്റ്റ് ചെയ്യൂ, പേര് പറയൂ എല്ലാവരും, ഞാൻ വിളിക്കാം. കേൾക്കാൻ പറ്റുന്നുണ്ടോ? ഇപ്പൊ ക്ലിയർ ആണ്. ഹൗസ് ഇറ്റ് ക്ലിയർ ആണോ? ക്ലിയർ. Okay, let's start. Okay. Hi everyone, how are you all? I hope you are doing well. I am here. Let's have a look at day in my life. So let's start. I woke up in the morning at 3 a.m. Usually I'm a night owl. I would like to wake up at noon. But this month I should have to wake up at early because of Ramadan. Do you know what I mean by Ramadan? Many people know this, but some do not. Okay, I'll explain it. What is Ramadan? Ramadan is called as a peaceful and blissful month, and the month carried full of blessings and prosperity from God. It gives us a perfect sin-free days and uncountable grace. Can you catch me what I mean by sin-free? So I'll tell you what it is. It is a term used to indicate mistakes. So we are humans, we make mistakes knowingly or unknowingly. And this month, our all mistakes, all sins, will be erased by purity of this month. So gratified and blessed. Coming back to the topic, in this month, we will take fasting. It is a period of fasting. We have been fasting since 5 a.m. till the Maghrib Salah is announced. Yeah, that's it. I go to shower and brush my tooth like scrub cleans the dishes. I'm so hilarious, isn't? Yeah, I know I am. First of all, I'm a very talky person. I speak just like blah blah blah. Okay. Some people like, some do not, but I don't care. It's my cup of tea. Okay. I would like to introduce my routine. To be frank, I don't have any routines. I started a day with prayer and destiny. I think everyone just like this. Hop, that's it. Today I have so many works to things. Today I have so many things to do. And this day I was considered as a busy schedule. I ate my iftar, then I go to my prayer room and done my prayer. At this time, my bed was calling me to get a better nap. Who can avoid this sweet call? I can. You can? I don't know. Anyway, I accept the call and I took a deep sleep. It's around 10 a.m. now. I have a shoot today and I have to go. ഇവിടെയാണ് ചിരിക്കുന്നത് ഞാൻ പറഞ്ഞത് കേട്ടോ മിസ്സേ ചിരിക്കുന്നത്. Okay, I have to go Cochin for recording my new project, Badra. And Badra is a classical song directed by A.R. Rahman. I met Sir and I conducted a webinar for searching new playback singers for his new ongoing project. Everyone is asking to me when will be released Badra. So the answer is Badra will be released soon. Stay patient and cool, my followers and fans. I know everyone is excited and thrilled for Badra. Definitely you like the song. Stay calm, my followers and fans again. What I said. If you know what I mean. Okay. Anyway, just kidding. I went to studio and coming back. Went to studio and came back to home. The traffic was so mad as well as the humidity also. What a day it is. Anyway, I am so tired. My body wants rest. And I have to do some things. And I have to do some cleaning at home. Moreover, I don't have any task today because my mom finished all the kitchen works. She made so many dishes for us. She is so admirable and amazing woman I ever seen.
She made my day brighter, shiner, and stronger. She is my mom and she is my sunshine. I mean, she is my moon as well as my sunshine. She always shined like a diamond. She didn't have any worries about carrying a house and keeping it clean. She is an extra talented. I don't know why. Okay. I don't get any words to explain her because she's everything to me and she's my best friend as well as my heartbeat and brightening light sparkles. I don't know how to explain her by words. The Maghrib Salah is done. We all are going to stop our fasting. Then eat like a cat never seen a meat before. I look at the corner. My brother was read the book. My brother was reads the book. Why not? I would like to read like him because I'm a copycat. So I read one of the best incredible book, the Quran. Especially in this month, I'm too obsessed with it. In my thoughts, if you read Quran, you will be get too much of goodness from your God. Who's gonna miss this a wonderful opportunity? Definitely, I want. And the day becomes shutting down here. Now it's 10 p.m. I finished all the works I had today. And I'm getting ready for sleep. May God bless you all. Here, a great deep breath out, all of you guys. Stay cool and relaxed. All is well. See you later. Bye now. How's it? എന്താ പറയാ, അല്ല മറ്റൊരു ആഗ്രഹമാണോ, ഒരു ഡ്രീം ആണോ ശരിക്കും? ആണോ? എന്റെ ഒരു ഡ്രീം ആണോന്ന് വെച്ചാൽ എനിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു സിംഗർ ആവണമെന്ന്. അപ്പം വീട്ടിൽ അങ്ങനെ ഒരു സപ്പോർട്ട് ഇല്ലായിരുന്നു ഇങ്ങനെ സിംഗർ ആവുന്നതിനെ കുറിച്ചിട്ടൊന്നും. സോ അത് കാരണം നമ്മളത് ഇവിടെ ഉപേക്ഷിച്ചു. ഞാനൊരു കാര്യം ചോദിക്കട്ടെ നിങ്ങളോട്, എല്ലാവരോടും കൂടിയാണ് ചോദിക്കുന്നത്. ഇതുപോലെ എല്ലാവർക്കും ഒരുപാട് ആഗ്രഹങ്ങൾ ഉണ്ടാവും. ഇപ്പോ സിംഗർ ആകണം അല്ലെ, ഒന്ന് ചെറുതായിട്ടെങ്കിലും ഒരു പാട്ട് പാടുന്ന ആഗ്രഹമില്ലാതെ ആരുമില്ല പൊതുവെ. നിങ്ങൾക്ക് വിരോധമില്ലെങ്കിൽ നമുക്ക് ഏതെങ്കിലും ഒരു ക്ലാസ്സിൽ വേണമെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാലോ? ഓക്കെ ആണോ? എല്ലാവരോടും കൂടിയാണ്, ഒരാൾക്ക് മാത്രമല്ല എല്ലാവരോടും കൂടിയാണ്. ക്ലാസ് ആ ദിവസം ചിലപ്പോൾ ക്ലാസ് എടുക്കാൻ പറ്റിയെന്ന് വരില്ല. സോ പിന്നീട് എപ്പോഴെങ്കിലും നിങ്ങൾ പറയരുത് മിസ്സിന്റെ ക്ലാസ്സിൽ ഫുൾ പാട്ടായിരുന്നു എന്ന് പറയരുത്. ഓക്കെ, നിങ്ങൾക്ക് ഓക്കെ മലയാളം മിസ്, ഞാൻ മലയാളം പാട്ടല്ല പാടുന്നത്, അതാണ് അവർക്ക് ഇൻട്രസ്റ്റ് ഇല്ലാതെ. ഞാൻ ഇംഗ്ലീഷ് പാട്ടാ പാടുന്നത്. എന്തായാലും പാട്ടല്ലേ, അതൊരു എബിലിറ്റി അല്ലല്ലോ, എന്താ പറയാ, ടാലന്റ് അല്ലേ, പിന്നെന്താ. അതുപോലെ എല്ലാവർക്കും ഉണ്ടാവും ഇതേപോലെ ഒരുപാട് ആഗ്രഹങ്ങൾ. നമ്മളെല്ലാവരും ഹൗസ് വൈഫ് ആണ് അല്ലെ. സോ ഒന്നിനും പറ്റാത്തവരുണ്ടാകാം. ചിലപ്പോൾ ക്ലാസ്സിലൂടെ നടക്കട്ടെ. ഓക്കെ, റെഡി ആണെങ്കിൽ മാത്രം, നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ മാത്രമേ ഞാൻ ടോപ്പിക് ഇടുള്ളൂ കേട്ടോ, അല്ലെങ്കിൽ ഞാൻ എടുക്കില്ല സീരിയസ്ലി. കാരണം പിന്നീട് എപ്പോഴെങ്കിലും ഒരു കംപ്ലൈന്റ് ആയിട്ട് പറയരുത്, മിസ് ഇംഗ്ലീഷ് ക്ലാസ്സിൽ മിസ് ഞങ്ങളെ കൊണ്ട് പാട്ട് പാടിച്ച് ഫുൾ പാട്ടായിരുന്നു ഒന്നും പറയരുത്. ഓക്കെ, സംസാരിക്കും. ഇമോജിസ് ഒന്നും വേണ്ട, സംസാരിക്കും. ഓക്കെ ആണോ? നിങ്ങൾ എന്ത് പറയുന്നു? വാട്ട്സ് യുവർ ഒപ്പീനിയൻ അബൌട്ട് ദാറ്റ്? ഓക്കെ, സെറ്റ്. ഓക്കെ ആണ് മിസ്, പക്ഷെ ഞങ്ങള് പാടിയ പിന്നെ എല്ലാരും ഈ ഗ്രൂപ്പ് അങ്ങ് വേണ്ടാന്ന് വെക്കും, അതാ ഒരു പേടി. കേക്കട്ടെ, വേറെ ഒപ്പീനിയൻ കുറച്ച് പേര് മാത്രമേ പറയുന്നുള്ളൂ, ബാക്കി ആരും റെഡി അല്ല എന്നാണോ അർത്ഥം? എനിക്കും കുഴപ്പമൊന്നുമില്ല, ഇൻട്രസ്റ്റഡ് ആണ്. ഒരു ഡേ എന്തായാലും ഒരു ഫണ്ണൊക്കെ വേണമല്ലോ. സോ ദാറ്റ്സ് ഇറ്റ്, ഐ ആം ഓക്കെ വിത്ത് ഇറ്റ്. ഓക്കെ, ഞങ്ങള് ഞാനും ഓക്കെയാണ് മാം. ധന്യ ഓക്കെയാണ്. ഇനി ആരൊക്കെയാണ്? ഞാൻ ഓക്കെയാണ്. ഇനി ആരുമില്ല, കുറച്ച് പേര് മാത്രമേ ഉള്ളൂ. അന്നീ കുറച്ച് പേര് മാത്രമേ ക്ലാസ് ഉണ്ടാവുള്ളൂ, ബാക്കി എല്ലാവരും ലെഫ്റ്റ് ആയി പോകുമോ? പറയൂ. നമ്മുടെ റെക്കോർഡ് ക്ലാസ്സില് നിങ്ങളുടെ ഈ ടെക്സ്റ്റ് മെസ്സേജോ ഇമോജീസോ ഒന്നും കിട്ടില്ല. ഓക്കെ, ഓൺലി വോയിസ്. അതുകൊണ്ടാണ് നിങ്ങളോട് പറയുന്നത്, നിങ്ങളെല്ലാവരും ഓക്കെ ആണെങ്കിൽ മറ്റേ സ്ഥലത്തിൽ പറയൂ ഓക്കെ ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത ക്ലാസ്സില് മേ ബി മൺഡേ നമുക്ക് വേണ്ടി പോയി നോക്കാം. മാം അത് റെക്കോർഡ് ആകാൻ പാടില്ല കേട്ടോ, അത് റെക്കോർഡ് ക്ലാസ് ആക്കാൻ പാടില്ല, അത് ഒരു ഇതാണ്. എന്തോ നമ്മൾ പാടില്ല, അപ്പൊ അത് റെക്കോർഡ് ചെയ്യാനേ പാടില്ല. നടക്കില്ല. നിങ്ങൾക്ക് കേൾക്കണ്ടേ നിങ്ങൾ പാടുന്നത്? അത് വേണ്ട, അത് വേണ്ടേ? ഇവിടെ എല്ലാ ക്ലാസ്സും റെക്കോർഡ് ക്ലാസ് ആണ്. അപ്പൊ റെക്കോർഡ് ചെയ്യാത്ത ക്ലാസ് എടുക്കാൻ പറ്റില്ല. ഓക്കെ, എന്താണ് എല്ലാവർക്കും പേടി?
ഞാനിപ്പോ ഹോസ്റ്റൽ അഡ്മിനിസ്ട്രേഷൻ മാത്രമല്ല ഞാൻ എടുക്കുന്നത്, മോണ്ടിസോറി എടുക്കുന്നുണ്ട് ഇവിടെ. ഓക്കെ, അപ്പൊ ഇതേപോലെ കുറച്ച് സ്റ്റുഡൻസ്, കുറച്ച് അറ്റാച്ച്ഡ് ആയ കുറച്ച് സ്റ്റുഡൻസ് ഉണ്ട് ഞങ്ങൾക്ക് ഒരു ബാച്ച്. സോ അവരെല്ലാവരും കൂടി ഒരു ദിവസം ക്ലാസ്സിൽ കയറിയപ്പോഴാണ് പറഞ്ഞു, മിസ് ക്ലാസ് എടുക്കണ്ട, മിസ് ചെയ്യുന്ന ക്ലാസ് എടുക്കാൻ താല്പര്യമില്ല. കാരണം അത് എക്സാം ഉണ്ട് കേട്ടോ അവർക്ക്, നിങ്ങളെ പോലെ അല്ല, അവർക്ക് എക്സാം ഉണ്ട്, ഇംഗ്ലീഷ് എക്സാം ഉണ്ട്. ഓക്കെ, അപ്പോ ഞാൻ ചോദിച്ചു എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചപ്പോ ഓരോ മിസ് നമുക്ക് കളിക്കാന്ന് പറയും. പണ്ടത്തെ കുഞ്ഞു കുട്ടികൾ പറയുന്ന പോലെയാണ്, മിസ് നമുക്ക് കളിക്കാം. എല്ലാരും നിങ്ങളെ പോലെയൊക്കെ തന്നെയാണ്, എല്ലാവരും മാരീഡ് ആണ്, ഏജ്ഡ് ആണ്. കളിക്കാന്ന് പറഞ്ഞു. നമ്മൾ എന്ത് കളിയാന്ന് ചോദിച്ചു. അപ്പോഴവര് പറഞ്ഞു നമുക്ക് പാട്ട് പാടി കളിക്കാം മിസ്സേ. ഓക്കെ, നിങ്ങൾക്ക് അവർക്ക് ഓക്കെ ആണെങ്കിൽ എനിക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ. ജസ്റ്റ് അവർക്ക് അത്രയും ഒരു 1 hour അല്ലെ, 1 hour അത്രയും ഒരു ഹാപ്പി ആയിട്ടിരിക്കുകയാണെങ്കിൽ അത്രയും നല്ലതല്ലേ. അത് എന്നെ കൊണ്ട് സാധിച്ചാൽ എനിക്ക് അത്രയും എനിക്ക് ഒരുപാട് സന്തോഷമാണ്. സോ ആ ഒരു 1 hour പോയത് അറിഞ്ഞേയില്ല. അത് ക്ലാസ് കൊടുത്തില്ല. അപ്പോഴേക്ക് എല്ലാവരും പാടി, എല്ലാവരും പാടാൻ അറിയാത്തവരാണെങ്കിൽ പോലും പാടി. അത് അവസാനം ഒരു എന്താണ്, അവർക്ക് ഭയങ്കര സന്തോഷമായി. അവർ 1 hour അത് മാക്സിമം ഒരു എന്താ പറയുക, മാക്സിമം യൂട്ടിലൈസ് ചെയ്തു. ഏറ്റവും പാടാതെ എന്നെ കൊണ്ട് വരെ ഒരു പാട്ട് പഠിപ്പിച്ചു, അറിയോ? ഓക്കെ, അതാ ഞാൻ ചോദിച്ചത്. അപ്പൊ എനിക്ക് ആ ക്ലാസ്സിൽ വെച്ച് എനിക്ക് തോന്നി, കാരണം ഇതേപോലെ ആഗ്രഹമുള്ളവര് ഉണ്ടാകാം, എല്ലാ ബാച്ചിലും ഉണ്ടാകാലോ. എപ്പോഴും നമ്മൾ ക്ലാസ് തന്നെ എടുക്കുക അല്ലെ. സോ അതുകൊണ്ട് ഞാൻ നിങ്ങളോട് ചോദിച്ചത്. അപ്പൊ അറിയാണ്ടായാൽ പോലും റസിയ ആ ഒരു ടോക്ക് എടുത്തിട്ടു. ഇന്നലെ ഞാൻ ചോദിക്കണമെന്ന് വിചാരിച്ച, പക്ഷെ ഇന്നത് എന്തോ റസിയ ഒരു കാരണമായി മാത്രം. തള്ളിയതായിരുന്നു, കുറച്ച് തള്ളാൻ മിസ് പറഞ്ഞല്ലോ, അത് കാരണം ഞാൻ തള്ളിയത്. പക്ഷെ ഇത്ര ഇങ്ങനെ ഒന്നും ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. പക്ഷെ അതിൽ ആഗ്രഹമില്ല, എല്ലാവർക്കും ആഗ്രഹമില്ലേ. പാടാൻ അറിയില്ല, ആർക്കും പാടാൻ അറിയില്ല. പക്ഷെ എന്നാൽ ഉള്ളിനുള്ളില് ഒരു മൂളിപ്പാട്ട് പോലും പാടാത്തവരാരും അല്ലേ, ശരിയല്ലേ? ആണോ? ചെക്ക് ചെയ്യുന്നുണ്ടോ? ശരിയാണ്. അതിനൊരു പ്ലാറ്റ്ഫോം കിട്ടുന്നില്ല, നിങ്ങൾ യൂസ് ചെയ്യുന്നില്ല. കിട്ടാനിട്ടല്ല, നിങ്ങൾക്കൊരു പേടി, ഒരു മടി, അതൊക്കെയാണ്. പക്ഷെ ഇവിടെ പിന്നെ അങ്ങനെ ആരുമില്ല, നമ്മൾ മാത്രമേ ഉള്ളൂ. നമുക്ക് ഓക്കെ ആണെങ്കിൽ നമുക്ക് ചെയ്യും. നിങ്ങൾ ഓക്കെ പറഞ്ഞാൽ മാത്രമേ ഞാൻ ചെയ്യുള്ളൂ. ഓക്കെ, അതും വോയിസ് ആയിട്ട് പറയാം. ഓക്കെ ആണ് മാം, ഓക്കെ ആണ്. ഓക്കെ, തെറ്റാണല്ലോ. അപ്പൊ അഞ്ഞ് മണ്ടേ വരുമ്പോഴേക്കും എല്ലാവരും പാട്ടൊക്കെ പഠിച്ചു വരും പാടാൻ വേണ്ടി, ആണോ? ഓക്കെ, യാ, എല്ലാവർക്കും ഓക്കെയാണ്. എനിക്ക് തോന്നുന്നു കുറച്ചു പേർക്കൊക്കെ ഓക്കെയാണ്, ബാക്കി ആർക്കും അത്ര ഇഷ്ടപ്പെട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നു. ആണോ? ഓക്കെയാണ് മാം, പക്ഷെ പാടൂല. ആഹാ, അത് കൊള്ളാം, പാട്ട് പാടും. എനിക്കും ആഗ്രഹം ഉണ്ടായിരുന്നു സിംഗർ ആവാന്. ആണോ? നമുക്ക് തീർക്കാം, നമുക്ക് എന്തായാലും ക്ലാസ്സിൽ പാടാം. അവർ പേടിയെ പോകും. ഓക്കെ, പിന്നെ എവിടെയെങ്കിലും പേടിയൊന്നുമില്ല. പേടിയല്ല, ഒരു ചമ്മലല്ലേ, അതാണ് മാറും. അപ്പോ സെറ്റ്, മൺഡേ നോക്കാം. മൺഡേ അല്ലെങ്കിൽ ട്യൂസ്ഡേ എന്നൊന്ന് ഓർമ്മിക്കണോട്ടോ, മറന്നു പോയാൽ എന്നെ ഓർമ്മിക്കാം. ഓക്കെ ആണോ? യെസ്, അത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്. ചിലപ്പോ ഞാൻ മറക്കാം, ചാൻസ് ഉണ്ട്, കാരണം ഒരുപാട് ക്ലാസ് എടുക്കുന്നുണ്ട്. മറന്നു പോകാൻ ചാൻസ് വളരെ കൂടുതലാണ്. ഓക്കെ, അപ്പോ എന്നെ ഒന്ന് ഓർമ്മിക്കാം. യെസ്, ഓക്കെ. അപ്പോ ഇനി നെക്സ്റ്റ് ആരാ? റൊട്ടീൻ ആരാ പറയാ? പേര് ടെക്സ്റ്റ് ചെയ്തിട്ടുണ്ടല്ലോ, 2 പേരെ ടെക്സ്റ്റ് ചെയ്തത്, ബാക്കി ആരും ഒന്നും പിടില്ല. പാട്ടിന്റെ കാര്യം ചോദിച്ചപ്പോ വന്ന് നോക്കിയേ, എത്ര റെസ്പോൺസ് ആണ് നോക്കിയേ. ഞാൻ പറഞ്ഞ എന്തെങ്കിലും പൊട്ടത്തരങ്ങളൊക്കെ ഉണ്ടായിരുന്നോ? ഇതോ ഞാൻ പറഞ്ഞ എന്തെങ്കിലും തെറ്റുകളൊക്കെ ഉണ്ടായിരുന്നോ? ഞാൻ സോറി, കറക്റ്റ് ചെയ്യില്ല കേട്ടോ, വെരി സോറി. ഞാൻ എന്താന്ന് വെച്ചാൽ കറക്റ്റ് ചെയ്യാത്തത് വേറൊന്നും ഉണ്ടല്ല, ഞാൻ കറക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് ഇപ്പൊ കറക്റ്റ് ചെയ്യാൻ പിന്നീട് നിങ്ങളത് മൈൻഡ് ചെയ്യില്ല. അതുകൊണ്ട് പ്രസ് ചെയ്യാം, നന്നായിട്ട് 1 or 2 പ്രാവശ്യം, ഒരുപാട് പ്രാവശ്യം ഒന്ന് വായിച്ചു നോക്കൂ. റസിക്ക് തന്നെ മനസ്സിലാവും എവിടെയൊക്കെയാണ് മിസ്റ്റേക്സ്. ഓക്കെ, റൊട്ടീൻ പറയുന്ന ആരൊക്കെ റെഡി ആണെന്ന് ചോദിച്ചപ്പോ ടെക്സ്റ്റ് ചെയ്തത് BD സുന ആൻഡ് സൂസിയ. ഓക്കെ, പാട്ട് പാടാൻ റെഡി ആണെന്ന് ചോദിച്ചപ്പോ ജ്യോതി കൃഷ്ണ, അഷ്ന, മുഫീദ, സുകന്യ, ശ്രീവിദ്യ. ഓക്കെ, ഇത്രയും പേര് ടെക്സ്റ്റ് ചെയ്തു. ഇതിൽ നിന്ന് ഞാൻ എന്താ മനസ്സിലാക്കേണ്ടത്? പറയൂ. ഞാൻ ഇപ്പഴാ കേറിയേ,
പാട്ടിനായിട്ട് വന്നപ്പോ കേറി. ഓക്കെ. അപ്പൊ റൊട്ടീൻ പറയാൻ റെഡി ആണല്ലോ, എല്ലാവരും പ്രിപ്പയർഡ് അല്ലേ? പേര് ടെക്സ്റ്റ് ചെയ്യൂട്ടോ. അറിയേണ്ടവർ എന്തായാലും പേര് ടെക്സ്റ്റ് ചെയ്യാം. പറയണം, അറിയാണ്ടിരിക്കല്ലേ. ഒരുപാട് സ്റ്റുഡൻസ് ഉണ്ടല്ലോ. മാക്സിമം കുറച്ചെങ്കിലും പറയാൻ നോക്കൂട്ടോ. ഓക്കെ, നെക്സ്റ്റ് ബിബിസിനോ? Yes, ma'am. യെസ്, പറയൂ. Hi, all. Let's look at a day in my life. I always wake up at 5 a.m. in the morning and get out of the bed. Then I go to toilet and brush my teeth and wash my face to feel fresh and do my prayers. After that, I go to exercise for 30 minutes in to become healthy. It's a difficult task for me, but although I do it daily. After that, I made a coffee for myself. My house lie near the mountains. I like to sip my coffee by enjoy the nature's beauty and mist and rains that kisses the mountains. Then I go to the kitchen to prepare breakfast for my kids. I decide to prepare ghee roast and chutney. They like it very much, and I prepare lunch and fill the lunchbox for them. Then at 7 sharp, I wake up my children and make them ready to go to school and give the breakfast to eat. They go to school on auto rickshaw that arrives at 9 o'clock in the house. Then I eat my breakfast and fastly clean the vessels and the house. Then take a shower and get ready for the online class that starts at 10:30. I attend 2 class. I understand the portions that take in the class, and the class wind up at 12:30. After that, I make some curry for the lunch and eat the lunch. Then I do my prayers and read the portions that take in the class. After that, I prepare tea and samosa as a snack. All 2 of my child, me and parents like it very much. They come back from the school. At the time we drink the tea, children said that the exam starts on next Monday and school closes at 28th March and opens in June. Then they go to play with friends. Then I read the newspapers and magazines. After an hour, I go to kitchen and decide to make sandwich for dinner. At 7 o'clock, we do our prayers and read the Holy Quran for a few minutes. Then they revise the portions of exam. After that, we eat dinner at 8:30. After that, Farhan reads a book that he takes from the school library and Faiha listens to music and dances. She likes dance. And husband makes video call from Qatar at 10 o'clock when his duty is over. He works as a pharmacist. We all talk to him and make wishes to each other. And at 11 o'clock, we go to bed and wish each other and sleep. That's it, ma'am. Yeah, okay, Bibisana. Clear. Then, Susia. ഗുഡ് മോർണിംഗ് മാം. സൗണ്ട് അത്ര ക്ലിയർ അല്ല കേട്ടോ. ഓക്കെ, വയ്യാതിരിക്കുകയാണോ? അതെ, ത്രോട്ട് പ്രശ്നമുണ്ട്. ഞാൻ വായിക്കാമോ? I wake up 5:30 in the morning and do my morning routines like wash face and brushing, etc. I make my child ready to school. After that, my kitchen work. After my kitchen work, I attend online class and I go to gym and pick my son from school. I call my mom every day because I am abroad now. We play with our children and enjoy food together in the evening. Amma cooks snacks for us in the evening. After that, we watch some programs on TV together. We go to temple every month. We get to bed early. Okay. ഇത്രേ കുറച്ച് സെന്റൻസ് ആയിട്ട് മാത്രമേ എഴുതിയിട്ടുള്ളൂ. Yeah, it's okay.
Okay. Okay. Yeah. Then Jyoti, പറയൂ. Good morning, ma'am. My name is Jyoti Krishna. I am a college student. I wake up 4:30 early morning. I I brush my teeth and wash my face. After that, I go exercise and walk for half an hour on daily. Then I come back and I go to my coloring class. Then I take bath and go prayer in my home temple. Then I take uh, then uh, then I eat safe food, good healthy breakfast, and I dress up for going to my college. My mother pack my lunch. I take my lunch box and then I ready to go to the college on 3 line bus. Two and a half hour in my college distance. I stay in college 9:30 to 4:30. Then I come back in my home 7 p.m. and I take bath. Then I eat dinner and help to my mother in kitchen. Then I something speak my parents and brothers. Then I study and I complete my works and I see my online recorded class and work. Then I brush my teeth. After that, I watch my phone and I go to sleep in 11:30 p.m. This is my daily routine. Yeah. Okay. Jyoti Krishna. Then ഇനി ആരാ പറയാ? അഷ്ന പറയൂ. അഷ്ന ഷമീർ. അഷ്ന ഇല്ല, പോയോ? Ma'am, Ma'am, Okay, ധന്യ. hello. അഷ്ന പറയൂ. മാം ഞാൻ ഹോസ്പിറ്റലായിരുന്നു, അവിടെ കുറച്ച് വേർഡ്സ് ഇങ്ങനെ സെന്റൻസ് ആയിട്ട് എഴുതിയിട്ടുള്ളൂ. കുറച്ചുകൂടെ പറഞ്ഞോളൂ, കുറച്ച്. I always wake up at 6 a.m. in the morning. I usually have a breakfast at 7:30 a.m. I attend my online class at 10:30 a.m. to 12:30 p.m. I usually have a dinner my family about 8:30 p.m. in the evening. I never go to bed before at 11 o'clock. Yeah. Okay, Ashna. Thank you, ma'am. Yes. Then, yeah, Mufida. hello, ma'am. കേൾക്കുന്നുണ്ടോ? Okay, ധന്യ പറയൂ. പറയാട്ടോ, സ്റ്റാർട്ട് ചെയ്യാം. I wake up every morning at 4 p.m. a.m. It's my prayer time. I spend this time for prayer activities like reading Quran. After that, I take some time to rest. I sleep sometime till 8 o'clock. During this month, I don't take fasting due to feeding to my child. After that, I make some breakfast for me and my elder child. She is 7 years old. Before entering into my class, I do some household chores such as cleaning, washing clothes, and cooking. I don't attend the class properly during this month because because since this month exam started for my child. She has 3 or 4 days leave between two exams. I spend some time for reading books. I have been reading book
Sorry, ma'am, it's the gap. I spend time for reading book. I have been read this book, which name is Secret, since 6 months ago. At evening, I make some drinks and other snacks for my parents because they take fasting. I listen career orientation class at every Saturday and Sunday on social media. I write gratitude journaling at every day before going into sleep. I make some craft items during my leisure time. കഴിഞ്ഞു ട്ടോ. അത്രേ എഴുതിയിട്ടുള്ളൂ. Okay, finished? Yes. Yes, yeah. Okay. Then, yeah, Karthika, ഒന്ന് range ഒന്ന് check ചെയ്യൂ ട്ടോ. Okay, എന്നിട്ട് okay ആണെങ്കിൽ ഒന്ന് പറയൂ. Yes, next, ധന്യ പറയൂ. കുറച്ച് നേരമായി. അതല്ല, മോളെ വന്ന് ഡിസ്റ്റർബ് ചെയ്യും ഇടയ്ക്കിടയ്ക്ക് വന്നിട്ട്. അപ്പൊ അതാണ് ചിലപ്പോ നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റൂല ചില നേരത്തെ. അതുകൊണ്ടാണ് നമ്മൾ എഴുതി വെച്ചത് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കതൊരു സന്തോഷല്ലേ, തെറ്റാണെങ്കിലും കൂടിയിട്ട്. Good morning all. I wake up every morning at 5 o'clock. My husband practices yoga at every morning. My elder son studies in third standard. Then he goes to school every morning at 8:30. I cook breakfast, dosa and chutney. They like it. His public exam starts on 21st March. My online class starts every morning at 10:30. I attend the class. Then I watch TV that time a beautiful movie named Sita Ramam. The movie story very romantic. My daughter likes cartoon. She watches my mobile. I drink coffee every morning and evening. Compulsory. But my kids doesn't drink coffee and tea. They drink only milk. In the evening, birds fly in the sky. Very beautiful at the time sky. Finally, everybody eats dinner and sleeping. Good night. Ma'am, കഴിഞ്ഞു ട്ടോ. കഴിഞ്ഞു. Okay. Okay. Then, Ashwini, പറയൂ. Hi friends, good morning to all. Miss തുടങ്ങട്ടെ. Yeah. The sound of birds welcome me in the every morning. This sound should be refresh me and I wake up with a smile. And I do my brushing, bathing routines. Then I go to the kitchen and make breakfast and lunch items. Me and my husband I eat breakfast at 8 o'clock in every morning. Then I prepare the lunch box to my husband. He goes to his work at 10 a.m. Then I wash the clothes. My marriage before my hobbies are is spend yoga in every morning. Then I started the day. But now no time to spend my yoga. In my school and college time, I teaches the yoga classes to the various categories of students. In the day, I done my works at 10:30 a.m. മിസ്സേ അത്ര ഞാൻ എഴുതിയിട്ടുള്ളൂ. പിന്നെ എനിക്ക് ഹോസ്പിറ്റൽ കേസ് വന്നിട്ട് അങ്ങോട്ട് പോകേണ്ട വന്നിട്ട്. Okay, yeah, it's okay. Then who is next? ഞാൻ പറയാം. ഞാൻ പറയാം മാഡം. Okay, Divya. പറയൂ. Hi all, good morning. I wake up around 6:30 a.m. and I start my day with temple. Hello, കേക്കണ്ട മാഡം? Yeah, കേൾക്കാം. I have a child. My baby's name is Yuvan. He's very naughty. I done his morning routine at 9:30 a.m. and I ate my breakfast at 10 a.m. and I attend online class.
In afternoon, I sleep with my baby, and in evening, I enjoy playing time with my baby. I usually have dinner with family at around 9 p.m. No. I spend some and I sleep around 11 a.m. 11 p.m. കഴിഞ്ഞോ? ഇത്രേ ഉള്ളൂ. Okay. Yeah, it's a simple routine. Yeah. ഇനി next ആരാ? ഇംഗ്ലീഷിൽ സംസാരിക്കാൻ കിട്ടുന്ന ഓരോ അവസരങ്ങളും ഒരു ഓപ്പർച്യൂണിറ്റീസ് നമ്മൾ മിസ്യൂസ് ചെയ്യാൻ പാടില്ല. ഓക്കെ, ഇനി ആരാ പറയാ? ദുജനാഥ്. ദുജനാഥ് എന്നല്ലേ പേര്? ദുജാനാഥോ? പറയൂ, പേരെന്തായിരുന്നു? ദുജനാഥ് ആണോ? നുജാനത്ത്. ദുജാനത്ത്, യെസ്. പെട്ടെന്ന് കിട്ടില്ല കേട്ടോ, ഈ പേര് തന്നെ കേൾക്കുന്നത് ഫസ്റ്റ് ടൈം ആണ്. വെരി റെയർ നെയിം. ദുജാനത്ത്, യെസ്. പറയൂ. എഴുതിയില്ല മാം. വെരി ഗുഡ്. സോറി മാം, നോട്ട് വെൽ, ഫീവർ ആയിരുന്നു. ആണോ? ഇല്ലെന്ന് പറഞ്ഞു, കുഴപ്പമൊന്നുമില്ല. നെക്സ്റ്റ് ക്ലാസ് എന്തായാലും. ഓക്കെ, യാ. Then Alfia Majid. മാം, ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ ഇല്ലായിരുന്നു, അതുകൊണ്ട് എന്നാലും ഞാൻ ശ്രമിക്കാം. ഞാൻ പറഞ്ഞു നോക്കാം, എഴുതിയിട്ടില്ല, എന്നാലും എന്റെ മനസ്സിൽ ഞാൻ പറഞ്ഞു നോക്കാം. Good morning all. I wake up at 5 a.m. And then I ate morning in bread and jam. Then I do my prayers. Then I go to sleep. At 8 a.m. I wake up to play with my niece. I like to play with her. And then I take a shower. Then I attend my online classes. Then I help my mother to kitchen. I made snack from evening to evening. Then and again I play with my niece. I like so much. Then I spend time with my family. At 9:30, I go to I make my bed and go to sleep. Okay, ma'am. I'm prepare ആയില്ല മാം. കഴിഞ്ഞ ക്ലാസ് ഒന്നും അറ്റൻഡ് ചെയ്തിട്ടില്ല. പറഞ്ഞല്ലോ, കുഴപ്പമില്ല. ഇനിയിപ്പോ പറഞ്ഞത് ഒരു നോട്ട്ബുക്കിൽ എഴുതി വെക്കണം കേട്ടോ. ഓക്കെ മാം. ഓക്കെ. Anjana Davis. Hello, good morning, ma'am. Yeah, morning. First of all, sorry, ഇന്നലെ മാം വിളിച്ചിരുന്നു, പക്ഷെ പേടി കാരണം മൈക്ക് ഓൺ ആക്കിയില്ല. സോറി ഫോർ ദാറ്റ്. ഓക്കെ, ഓൺ ആക്കിയല്ലോ. സോ ഞാൻ ചെയ്യാം. ഞാൻ ഡെയിലി റുട്ടീൻ ഞാൻ പറയാം. ഓക്കെ. I wake up every morning at 5:30 a.m. Then I will pray to God. After the prayer, I brush my teeth and go to bath. Then I will go to the church for Holy Mass. After the Holy Mass, I came back to my home. Then I will clean the courtyard. After the cleaning, I will eat my breakfast.
Then I will spend some time on mobile. Then I attend my class. After the class, I eat my lunch. Then I take 1 hour for rest. Then I will read a good book. Evening time I will spend gardening. After that I will be bathing. Then I will drink my coffee. Then I clean my house with listening music. Then we pray to God. After the prayer I will eat my dinner. Then I watch the news on TV. After I go to bed. Thank you, ma'am. Yeah. Simple routine. Okay, next, Anjana Sumi. Anjana Sumi, are you there? ഇന്നലെ എന്റെ ഫോൺ കംപ്ലൈന്റ് ആയിരുന്നു മിസ്. ഇടയ്ക്കിടയ്ക്ക് ക്ലാസ് കയറാൻ പറ്റും, ഫോൺ ഓഫ് ആയി പോയായിരുന്നു. അപ്പൊ ഞാൻ ഇപ്പൊ ക്ലാസ്സിൽ കയറിയപ്പോഴാണ് ഡെയിലി റൊട്ടീന്റെ കാര്യം അറിയുന്നത്. അപ്പൊ ഞാൻ ഇവിടുന്ന് ഒന്ന് പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്, ഞാൻ കേട്ടോണ്ട് തന്നെ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്, അത് പറയാം. മൊത്തം മിസ്റ്റേക്ക് ആയിരിക്കും, എന്നാലും തട്ടിക്കൂട്ട് പെട്ടെന്ന് സെറ്റ് ചെയ്തതാ. Good morning, y'all. I wake up at every morning at 6:50 a.m. and I go to bathroom for my morning routine. Then I go to kitchen for helping my mother-in-law. She makes breakfast and I make curries for that. My son wakes up at 7:30 a.m. and hurried for prepared him for school going. When he goes to school, I again go to kitchen for lunch preparation, and I attended my online class till 12:30 p.m. After the class, I did my cleaning process like washing clothes, dishes, etc. I had my lunch at 1:30 p.m. After some while, I went to my son's school to pick him up. And when he came back, I take him for a bath and give him food. After having food, he goes to playing. My tuition students came at 4:30 p.m. After my class, I went for a bath and having tea by watching TV. After some while, me and my son goes to room for our studies. We had our dinner at 9 p.m. and waiting for my husband's call from Qatar. After the conversation, we went to bed at 11 p.m. Thank you. Yeah. Okay, Anjana. Yeah. Next. ഇതിപ്പോ എഴുതിയതാണ് കേട്ടോ. ആണോ? എഴുതി വെച്ചിട്ടുണ്ടോ നോട്ട്ബുക്കില്? ഞാനിപ്പോ ഇത് കേട്ടോണ്ട് ഞാൻ എഴുതുകയായിരുന്നു. ഓരോരുത്തർ പറയുന്ന കേട്ടോണ്ട് ഞാൻ എന്റെ റൊട്ടീൻ എഴുതുമായിരുന്നു. ഓക്കെ, നന്നായി. യെസ്, ബാക്കി ഞാൻ പറയാം കേട്ടോ. താങ്ക് യു. ഓക്കെ, ആതിരയായിരുന്നു വിളിക്കാൻ വന്നിരുന്നേ, പക്ഷെ ആതിര അപ്പോഴേക്കും ലെഫ്റ്റ് ആയിട്ട് പോയി. സോ അതുല്യ പറയൂ. അതുല്യ ക്ലാസ്സിലുണ്ടോ? Yeah, no response. Then Brilla. Nice name, Brilla. Hello, Miss. Yeah, Adilya, പറയൂ. മിസ്, ഞാൻ ക്ലാസ്സിലാണ്. ഞാൻ കോമ്പറ്റേറ്റീവ് എക്സാം പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. ഞാൻ ക്ലാസ്സിലാണ്. അപ്പോൾ കമ്പൈൻ സ്റ്റഡി ആയതുകൊണ്ടാണ് എനിക്ക് ഓൺലൈൻ ക്ലാസ് കേൾക്കാൻ കഴിയുന്നത്. അതുകൊണ്ടാണ് മിസ് വിളിക്കുമ്പോൾ റെസ്പോണ്ട് ചെയ്യാൻ പറ്റാത്തത്. ഓക്കെ, ഓക്കെ, അറിഞ്ഞത് നന്നായി കേട്ടോ. പക്ഷെ ഞാൻ ഓർക്കാൻ ചാൻസ് വളരെ കുറവാണ്. ഓക്കെ, പക്ഷെ ഞാനത് എഴുതിയിട്ടുണ്ട്, റൂട്ടീൻ നോട്ടിൽ എഴുതിയിട്ടുണ്ട്. പറയാൻ പറ്റുമോ? ഓക്കെ. Hi, good morning all. I wake up at 5 a.m. every day. After that, I drink a glass of water. Usually at 5:30 a.m., I go to the nearest ground of my house for exercise till 6:30 a.m. Usually at 7 a.m., I clean the yard of my house. Then I wash the clothes and take a shower. Then I eat my breakfast. At 9 a.m., I go to the class. Actually, I'm preparing for a competitive exam. That's why I'm going to class every day. After the class, I reach my house at 5:30 p.m. and I take care of the plants which I planted in my garden. I always have prayer at 6:30 p.m. and I help my mother for making dinner. At 8 p.m. we have our lunch every day. After dinner, I go to my room and start studying till 10:30. At 10:30, usually I go to my bed. That's all. Thank you. Yeah. Okay, Adilya. Then Brilla.
വൃല്ല വിനു അങ്ങനെ തന്നെയല്ലേ പേര്? ആണോ? വൃല്ല വൃല്ല എന്നല്ലേ? Yeah, okay, response illa. Then Nasina. Good morning, ma'am. Yeah, morning. I wake up in the and started in the morning routine. Brush and get the food. I pray with the go to sleep. Wake up the 7:30 and my go to the school and wash my dress and the wake up. Miss Apri ഇതായിക്കുള്ളൂ ഇത്ര Very കിട്ടിയിട്ടുള്ളൂ. good. Okay, കുഴപ്പമില്ല. Then Nazaria എന്നല്ലേ പേര്? Yeah, Nazaria. Good morning, ma'am. Yeah, morning. I will always walk early in the morning. I drink tea and 7 o'clock in the morning. I am watching online class 10:30 a.m. to 12:30 p.m. I have been playing to evening with my child. My husband daily call me 6 times. And I am starting in the cooking for 6 o'clock in the morning. I have 2 times at home every day. I am sleeping for 10 o'clock. ഇത്ര എഴുതിയിട്ടുള്ളൂ മാം. Yeah, okay. Then Rejus. Yeah, Rejus. Rejus, പറയൂ. Good morning, ma'am. Morning. I wake up every day at 4 a.m. clock. I brush my teeth and wash my face, and I arrived at the Ramadan dinner. It's a ചെറിയൊരു ടെൻഷൻ. എന്തിനാ ടെൻഷൻ? വായിക്കൂ, ഒരു ടെൻഷൻ വേണ്ട. I eat the Ramadan dinner at the 4:13 a.m. ടെൻഷൻ ആവുന്നു മിസ്സേ. അല്ല, ഓക്കെ. റിജു, എന്തൊക്കെയുണ്ട് വിശേഷം? എന്തൊക്കെയുണ്ട്? എന്റെ പേര് റിജു എന്നല്ല, എന്റെ ഹസ്ബൻഡിന്റെ പേരാണ് റിജു. എന്റെ പേര് ആമിന എന്നാണ്. ആമിന. പക്ഷെ ഞാൻ പേര് ഓർക്കാൻ ചാൻസ് കുറവാട്ടോ. പ്രൊഫൈൽ നെയിം ആണ് മനസ്സിലുണ്ടാവുക. ആമിന എന്നാണ് പേര്. ഓക്കെ, ആമിന. എവിടെയാണ് സ്ഥലം? എവിടെയാണ് സ്ഥലം? കൊല്ലം കണ്ണനല്ലൂര്. കൊല്ലം. ക്ലാസ് എങ്ങനെയുണ്ട്? ഇംഗ്ലീഷ് ക്ലാസ് എങ്ങനെയുണ്ട്? ഇഷ്ടമാണ്. ചില സമയത്തൊന്നും മനസ്സിലാവത്തില്ല, എന്നാലും കേട്ടിരിക്കും. അതെന്താ മനസ്സിലാവത്തെ? ഈ ഗ്രാമർ എനിക്ക് അത്ര പിടുത്തമില്ല. ആണോ? ചോദിക്കണ്ടേ? ചോദിച്ച നമ്മ അപ്പൊ ക്ലിയർ ആക്കി തരില്ലേ? ഞാൻ ഇപ്പൊ തന്നെ വരച്ചോണ്ടിരിക്കുന്നെ. അത് അറിയിലേക്ക് ഇപ്പൊ മാറും. ഓക്കെ, എന്തെങ്കിലും ചോദിക്കാ, മൈക്ക് ഓൺ ചെയ്യാ, വിളിച്ചാ മതി എന്നെ. ഓക്കെ, ഞാൻ പറഞ്ഞുതരാം. ഓക്കെ ആണോ? കൂടായോ? കുറച്ച് ടെൻഷൻ കൂടി ഉണ്ടല്ലേ? മാറിക്കോളും. ഇത്രയും കംഫർട്ടബിൾ അല്ലേ ക്ലാസ്സില്? ഇഷ്ടമാ, എന്നാലും പേടിയാ അല്ലേ? ഇംഗ്ലീഷ് ഇംഗ്ലീഷ് ആണെങ്കിലും ടീച്ചർ പറയുന്ന ഇംഗ്ലീഷ് അല്ലല്ലോ, പിന്നെ എന്തിനാ പേടിക്കുന്നേ? എന്നാലും ഒരു തെറ്റുമ്പോൾ എങ്ങനായിരിക്കും എന്നൊരു
പേടി. പിന്നെ തെറ്റാതിരിക്കോ? എന്തായാലും തെറ്റു. ഇംഗ്ലീഷ് പഠിച്ചു വരുന്നേലുള്ളൂ എല്ലാവരും, അല്ലെ? ഞാൻ പോലും ഇംഗ്ലീഷ് പഠിക്കുന്നേ ഉള്ളൂ. എനിക്ക് മിസ്റ്റേക്സ് വരുന്നുണ്ട്, അതുപോലെ തന്നെ നിങ്ങൾക്ക് മിസ്റ്റേക്സ് വരുന്നുണ്ട്. പിന്നെ എന്താ കുഴപ്പം? ഞാനും നിങ്ങളെ പോലെ തന്നെയാ. ഞാനും പെർഫെക്റ്റ് അല്ല, ഇംഗ്ലീഷിന് ഒട്ടും അറിയില്ല. ഇംഗ്ലീഷ് പറയാൻ പറ്റുമോ? എന്തോ 6 months കൊണ്ട് നമുക്ക് ഫ്ലുവന്റ് ആയിട്ട് ഇംഗ്ലീഷ് പറയാൻ പറ്റും? കേട്ടില്ല, ക്ലിയർ അല്ലല്ലോ. മന്ത് കൊണ്ട് നമുക്ക് ഇംഗ്ലീഷ് കറക്റ്റ് ആയിട്ട് പറയാൻ പറ്റുമോ? ബ്രേക്ക് ആവും, വോയിസ് ബ്രേക്ക് ആവും. ആ മിസ്സേ, നെസ്സിനെ പറഞ്ഞ എന്താണെന്നറിയാവോ? കേൾക്കാൻ പറ്റുന്നുണ്ടോ ഞാൻ പറയുന്നേ? കേൾക്കാം. 6 months കൊണ്ട് ഇംഗ്ലീഷ് ഫ്ലുവന്റ് ആയി സംസാരിക്കാൻ കഴിയുമോ? അതാണ് പുള്ളിക്കാരിയുടെ ക്വസ്റ്റ്യൻ. എന്ത് തോന്നുന്നു നിങ്ങൾക്ക്? എന്ത് തോന്നുന്നു? It's not. Without hard working. ഓക്കെ, പക്ഷെ ഞാൻ എന്റെ ഒരു ഒപ്പീനിയൻ ഞാൻ പറയട്ടെ. ചാൻസ് വളരെ കുറവാട്ടോ. സ്ട്രെയിറ്റ് ആയിട്ട് ഞാൻ പറയാം, ചാൻസ് വളരെ കുറവാണ്. നമ്മൾ അത്രയും ഹാർഡ് വർക്ക് ചെയ്യണം. ചെയ്താൽ ഒബ്വിയസ്ലി ഉറപ്പായിട്ടും പറ്റും. 100% ഷുവറാണ്. ഹാർഡ് വർക്ക് ചെയ്താൽ നമ്മൾ എന്ത് ആത്മാർത്ഥമായിട്ട് ഹാർഡ് വർക്ക് ചെയ്താൽ നടക്കാതെയായിട്ട് ഈ ലോകത്ത് ഒന്നുമില്ല, ഒന്നും. ഓക്കെ, പക്ഷെ ഈ പറയുന്ന പേടി, ഈ മടി, ഇതെല്ലാം മാറ്റേണ്ടി വരും. കട്ടയ്ക്ക് കൂടെ നിന്നാൽ നമുക്ക് പറയാം. ഓക്കെ ആണോ? പറയൂ, ഓക്കെ ആണോ എല്ലാവരും? ഓക്കെ, അപ്പൊ ആമിന പോയോ? പോവല്ലേ? ഇല്ല മിസ്സേ, പോയില്ല. ഇപ്പൊ കൂളായല്ലോ, കണ്ടോ? മൈക്ക് ഓൺ ചെയ്തു, സംസാരിച്ചു. കൂളല്ലേ ഇപ്പൊ? അതെ, അടുത്ത ക്ലാസ്സിൽ വരുമ്പോ കുറച്ചുകൂടെ നമുക്ക് റിലാക്സ്ഡ് ആയിട്ട് സംസാരിക്കാം. ഓക്കെ, ഇനിയും കുറച്ച് പേര് സംസാരിക്കാനുണ്ട്, പക്ഷെ ടൈം ഇല്ല. സോ നെക്സ്റ്റ് ക്ലാസ്സിൽ കണ്ടിന്യൂ ചെയ്യാട്ടോ. പിന്നെ ഒരു കാര്യം, സൗമ്യ ക്ലാസ്സിലാണോ സംസാരിക്കുന്നേ? അല്ല. ഓക്കെ, അപ്പോ ഡെയിലി റൊട്ടീൻ നിങ്ങൾ എല്ലാവരും പറഞ്ഞവര് നിങ്ങളുടെ നോട്ട്ബുക്കിലുണ്ട് അല്ലെ? നിങ്ങൾക്കറിയാം. സോ മിസ്റ്റേക്സ് ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല, മിസ്റ്റേക്സ് ഉണ്ട്. ഓക്കെ, ഞാൻ പറഞ്ഞിരുന്ന ഒരു കാര്യം, നമ്മൾ യൂസ് ചെയ്യേണ്ടത് പ്രസന്റ് ടെൻസ് വെച്ചിട്ടാണ്. പക്ഷെ പലരും അത് പാസ്റ്റിലേക്ക് യൂസ് ചെയ്തിട്ടുണ്ട്. ചില വേർഡുകൾ പാസ്റ്റ് ടെൻസ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്, തെറ്റാണ്. ഓക്കെ, സോ ക്ലിയർ ചെയ്യാ, ക്ലാരിഫൈ ചെയ്യാ, കറക്റ്റ് ചെയ്യാം. നന്നായിട്ട് വായിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും എവിടേക്കാണ് മിസ്റ്റേക്സ് വന്നത്. ഓക്കെ, സോ കുറച്ച് പേരുടെയൊക്കെ എന്താ കുറച്ച് ഓക്കെ ആണ്, നിങ്ങൾ പറയുന്നതെല്ലാം ശരിയാവുന്നുണ്ട്, എന്നാലും പെർഫെക്റ്റ് അല്ല. പെർഫെക്റ്റ് ആണെന്ന് ഞാൻ പറയുന്നില്ല, അത് അങ്ങനെയാണ് ചാൻസ് വളരെ കുറവാണ് എല്ലാവരും. ഓക്കെ, സോ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം, കുറച്ച് നോർമൽ ആണെങ്കിൽ പറഞ്ഞത് സെന്റൻസ് വൈസ് നിങ്ങൾക്ക് നോർമൽ ആയിട്ട് തോന്നിയാൽ അത് കുറച്ച് അഡ്വാൻസ്ഡ് ആക്കാൻ മാക്സിമം നോക്കാം. ഇതിലും ബെറ്റർ ആയിട്ട് ഞാൻ ആ ഒരു സെന്റൻസിനെ എങ്ങനെ പറയണം, എങ്ങനെ പറയാൻ പറ്റും എന്ന് നിങ്ങൾക്ക് സെർച്ച് ചെയ്യാം. ഗൂഗിൾ ഉണ്ട്, ട്രാൻസ്ലേഷൻ ഉണ്ട്, എല്ലാം ഉണ്ട്, സെർച്ച് ചെയ്യാം. ഓക്കെ, അപ്പൊ ബെറ്റർ വേർഷൻ നമുക്ക് എങ്ങനെ പറയാൻ പറ്റും എന്ന് നോക്കി കറക്റ്റ് ചെയ്ത് വേറൊരു പേജില് നല്ല രീതിയിൽ ഒന്നുകൂടെ എഴുതാം. ഓക്കെ, സോ എന്നിട്ട് രണ്ടിനെയും തമ്മിൽ കമ്പയർ ചെയ്യാം. ഓക്കെ, എന്നിട്ട് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു എന്ന് എന്നോട് പറയാം. ഓക്കെ, സോ ഇനി റൊട്ടീൻ പറയാത്തവരുണ്ട്, കുറച്ച് പേരും കൂടി ഉണ്ട്. സോ നെക്സ്റ്റ് ക്ലാസ്സിൽ എന്നോട് പറയണം. ഓക്കെ ആണോ? എന്ത് തോന്നുന്നു പറഞ്ഞപ്പോ? ഓക്കെ ആണ് മാം, നെക്സ്റ്റ് ക്ലാസ് തീർച്ചയായിട്ടും പറയും. ഓക്കെ ആണ് മാം. ഓക്കെ, ബെറ്റർ ആക്കാൻ പറ്റും. ബെറ്റർ ആക്കണം, നമുക്ക് എല്ലാം ബെറ്റർ ആക്കേ വേണ്ടേ. അല്ലാണ്ട് ഇപ്പോഴും കുട്ടികൾ പറയുന്ന പോലെ നമുക്ക് പറയേണ്ട ആവശ്യമില്ല അല്ലെ? എല്ലാവരും അങ്ങനെയാ പറയുന്നേ. അങ്ങനെ നമുക്ക് വേണ്ട, ബെറ്റർ വേർഷൻ ആവശ്യമാണ്. അപ്പൊ ബെറ്റർ വേർഷനിൽ എങ്ങനെ പറയാൻ പറ്റും എന്ന് സെർച്ച് ചെയ്യാം, ചേഞ്ച് ചെയ്യാം. ഓക്കെ, സോ നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് വീണ്ടും നമുക്ക് പറ്റിയാൽ പ്രസന്റ് ചെയ്യാം. ഇപ്പൊ പ്രസന്റ് ചെയ്യാൻ പറയുന്നതും ഇംഗ്ലീഷ് ക്ലാസിന്റെ കൂടെ ഉള്ളത് തന്നെയാണ് കേട്ടോ. ഓക്കെ, നമ്മൾ ടെൻസ് ആണ് പഠിക്കുന്നത്. ആ ടെൻസ് പഠിക്കുന്ന തന്നെ നമ്മൾ ഇതെല്ലാം പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് എപ്പോഴെങ്കിലും എവിടെയെങ്കിലും ഈ റൊട്ടീൻ നമ്മൾ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, ആരോടെങ്കിലും പോലും നമ്മൾ പറയുന്ന കാര്യമാണ്. സോ നിങ്ങൾക്ക് അത് ഇംഗ്ലീഷിൽ പറയാൻ പറ്റും.
നമ്മൾ പ്രാക്ടീസ് ചെയ്ത് പറഞ്ഞ് മാത്രമേ ഒരു ലാംഗ്വേജ് നമുക്ക് യൂസ് ആകൂ അല്ലെ. അത് എപ്പോഴും നമ്മൾ യൂസ് ചെയ്യണം, എന്നാൽ മാത്രം നമുക്ക് ഓട്ടോമാറ്റിക് ആണെങ്കിൽ പോലും നമ്മുടെ വായിൽ വരൂ. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് വീണ്ടും പ്രസന്റ് ചെയ്യാം. പ്രസന്റ് ചെയ്യാത്തവർ ആദ്യം പ്രസന്റ് ചെയ്യാം. ഓക്കെ, ക്ലിയർ? ഓക്കെ, സോ Clear, ma'am. okay, let's find a place class. Okay, thank you all. See you on the next class. So see you on tomorrow. Thank you. Next morning. Thank you, ma'am. Thank you, ma'am. Okay, thank you all. Bye. Thank you so much, ma'am.